മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ വിശ്വസ്തർ പ്രതികളായ MDMA കേസിൽ അന്വേഷണം അട്ടിമറിക്കുന്നു. പ്രതികളുടെ സാമ്പത്തിക ഇടപാടുകൾ, വിദേശയാത്രകൾ, ഫോൺ കോളുകൾ എന്നിവയിലേക്ക് അന്വേഷണം എത്തിയിട്ടില്ല. സമഗ്ര അന്വേഷണത്തിന് ആദ്യം നിർദ്ദേശം നൽകിയ നോഡൽ ഓഫീസർ പുട്ട വിമലാദിത്യയെ മാറ്റിയതിന് പിന്നാലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ചന്ദേര ഇൻസ്പെക്ടറെയും സ്ഥലം മാറ്റി. ഇതോടെ അന്വേഷണം പൂർണ്ണമായും നിലച്ചു. മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാർ വലയിലായതിൻ്റെ പിറ്റേന്ന് തന്നെ തൂഫാന്റെ നോഡൽ ഓഫീസർ പുട്ട വിമലാദിത്യയെ മാറ്റിയിരുന്നു. ഒടുവിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ ചന്ദേര ഇൻസ്പെക്ടർ MV ഷിജുവിനെ ജില്ലയ്ക്ക് പുറത്തേക്ക് സ്ഥലം മാറ്റി. മാത്രമല്ല, ആദ്യ അന്വേഷണ സംഘം മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളൊന്നും നടപ്പായതുമില്ല. 3 തലത്തിലുള്ള അന്വേഷണമായിരുന്നു അന്വേഷണ സംഘത്തിൻ്റെ ശുപാർശ. പ്രതികളുടെ ഫോൺ കോൾ ഡീറ്റെയിൽസ് പരിശോധന, സാമ്പത്തിക ഇടപാടുകൾ അറിയാൻ ബാങ്ക് രേഖകളുടെ പരിശോധന, ദുരൂഹമായ വിദേശയാത്രകളെക്കുറിച്ചുള്ള അന്വേഷണം എന്നിവയായിരുന്നു ആ നിർദ്ദേശങ്ങൾ. അവ നടപ്പായില്ലെന്ന് മാത്രമല്ല, പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതിന് പോലും ശ്രമമുണ്ടായില്ല. പ്രതികളുടെ ഫോൺ കോൾ വിവരങ്ങൾ പരിശോധിച്ചാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസും പ്രതിക്കൂട്ടിലാകുമെന്ന ആശങ്ക ഉന്നത ഉദ്യോഗസ്ഥർക്കുണ്ട്. പ്രതികളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അന്വേഷണം നീണ്ടാലും ഉന്നതർ കുടുങ്ങും. നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വൻതോതിൽ പണം കൈമാറ്റത്തിന് ഈ പ്രതികളെ ഉപയോഗിച്ചതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു. പ്രതികളുടെ അടിക്കടിയുള്ള വിദേശയാത്രകൾ വിരൽ ചൂണ്ടുന്നത് അന്താരാഷ്ട്ര മയക്കുമരുന്ന് മാഫിയയുമായുള്ള ബന്ധത്തിലേക്കാണ്. ഇക്കാര്യം സ്ഥിരീകരിക്കപ്പെട്ടാൽ വാർത്തയുടെയും വിവാദത്തിൻ്റെയും മാനം മാറും. ഇതാണ് അന്വേഷണം മന്ദഗതിയിലാകാൻ കാരണം. ഇതിനിടെ കേന്ദ്ര നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ കേരള പോലീസിൽ നിന്നും കേസിൻ്റെ പ്രാഥമിക വിവരങ്ങൾ ശേഖരിച്ചു. അന്തർ സംസ്ഥാന ബന്ധങ്ങളുള്ളതിനാൽ NCB അന്വേഷണം തുടർ നടപടികളിൽ നിർണായകമാകും. കൈരളി ന്യൂസ്, കൊച്ചി.